ശബരിമല കാനനപാത വഴി വരുന്നവർക്ക് നേരിട്ട് ദർശനം നൽകുന്ന പാസ് ഹൈക്കോടതി തടഞ്ഞു. പാസ് 5000-ആയി നിജപ്പെടുത്താനുള്ള നിർദ്ദേശവും പിൻവലിച്ചു. കാനനപാത വഴി വരുന്നവർക്ക് ക്യൂ ഒഴിവാകുമെന്ന് വന്നതോടെ മുക്കുഴിയിൽ ജീപ്പിൽ വലിയ തോതിൽ തീർത്ഥാടകരെ എത്തിച്ചെന്ന് കണ്ടെത്തൽ. ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് പ്രത്യേക പാസ് തടഞ്ഞിരിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായുണ്ട്. ബിനിൽ, എന്താണ് കോടതി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? എന്തുകൊണ്ടാണ് ഈ നിയന്ത്രണം? അക്ഷയ, ദേവസ്വം ബോർഡ് സതുദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു കാര്യമാണ്. കാരണം കാനനപാത വഴി നടന്നു വരുന്നവർ അത്രയും ബുദ്ധിമുട്ടി വരുമ്പോൾ അവർക്ക് ക്യൂ ഒഴിവാക്കിക്കൊണ്ട് നേരെ 18-ാം പടിയിലേക്ക് എത്താനുള്ള ഒരു പ്രത്യേക പാസ് നൽകുക എന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. പക്ഷേ അത് പലതരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റിനെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഈ മകരവിളക്ക് തീർത്ഥാടന കാലത്തിനായി ശബരിമല നട തുറന്ന ശേഷമാണ് അതിന്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടിയത്. കഴിഞ്ഞ ദിവസം ആ ക്യൂ വാവര് നട വരെ നീണ്ടു നിന്നു. അതായത് 19,000 പേരാണ് ഇന്നലെ ഈ കാനന പാത വഴി നേരെ കയറി വന്നത്. കാരണം ഈ ബുക്കിങ്ങുകളൊന്നും തന്നെ വേണ്ട, നേരെ വന്ന് 18-ാം പടി വഴി തൊഴുത് ഇറങ്ങിപ്പോകാൻ കഴിയും. അത് പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ആ വിഷയം ഇന്ന് ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തുകയും അത് അടിയന്തരമായി അത് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരികയും ചെയ്തു. കാരണം ഈ തീരുമാനത്തിന്റെ പേരിൽ പലരും അത് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതായത് ഈ മുക്കുഴിയിലേക്ക് ഉദ്ദേശത്തോടു കൂടിയായിരുന്നു കാനനപാത വഴി വരുന്നവർക്ക് മാത്രം ആ തരത്തിലൊരു ആനുകൂല്യം ഏർപ്പാടാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. പക്ഷെ അത് വലിയ രീതിയിൽ തിരിച്ചറിയാവുന്ന വണ്ണം തിരക്കായതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തത്. ബിനിൽ വിവരങ്ങൾ നൽകിയത്.